നിങ്ങളൊരു ന്യൂ ബോൺ ബേബികളുടെ പാരൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഒരു ന്യൂ ബോൺ ഗേളിൻ്റെ പാരൻ്റ് ആണെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ന്യൂ ബോൺ ഗേളിൻ്റെ പ്രൈവറ്റ് ഏരിയ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങളുടെ ഹാൻഡ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് അത് ഡേർട്ട് ഫ്രീ ആണെന്ന് ഉറപ്പിക്കുക. പിന്നെ ഒരു ക്ലീൻ കോട്ടൺ ക്ലോത്ത് ലൂക്ക് വാം വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് അത് വെച്ചിട്ട് വേണം നിങ്ങൾ അവരുടെ പ്രൈവറ്റ് ഏരിയ ക്ലീൻ ചെയ്യാൻ. പ്രൈവറ്റ് ഏരിയ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എപ്പോഴും ഫ്രണ്ട് ടു ബാക്ക് വേണം ക്ലീൻ ചെയ്യാൻ. ഇൻ കേസ് കോട്ടൺ ക്ലോത്തോ വാട്ടറോ അവൈലബിൾ അല്ലെങ്കിൽ വെറ്റ് വൈപ്സ് യൂസ് ചെയ്യാം. പക്ഷേ വെറ്റ് വൈപ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാട്ടർ കണ്ടെയ്നിങ് വെറ്റ് വൈപ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആൽക്കഹോളോ ഫ്രാഗ്രൻസോ ഉള്ള വെറ്റ് വൈപ്സ് അല്ല യൂസ് ചെയ്യേണ്ടത്. ബാക്കിൽ ഇൻ കേസ് ഫീക്കൽ മാറ്റർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഫ്രണ്ടിലോട്ടേക്ക് വൈപ്പ് ചെയ്യുമ്പോൾ അത് വജൈന അല്ലെങ്കിൽ യൂറിത്രയുടെ അവിടേക്ക് പോയിട്ട് വജൈനൽ ഇൻഫെക്ഷൻസും യൂറിനറി ഇൻഫെക്ഷൻസും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ ഫ്രണ്ട് ടു ബാക്ക് ക്ലീൻ ചെയ്യുക. പിന്നെ നിങ്ങൾ ബേബിയുടെ ഗ്രോയിൻ്റെ സൈഡ്സും കൂടെ ക്ലീൻ ചെയ്യണം. അത് സെപ്പറേറ്റ് ഒരു വൈപ്സ് വെച്ച് ക്ലീൻ ചെയ്യുക. ഇത് രണ്ടും ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ക്ലീൻ ആയതിനു ശേഷം ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലീൻ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ആ ഏരിയ ഒന്ന് പാഡ് ഡ്രൈ ചെയ്യുക. പിന്നെ അതിനുശേഷം നിങ്ങൾ ഡയപ്പർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡയപ്പർ റാഷ് ക്രീം നിങ്ങൾ തേച്ചിട്ട് വേണം ഡയപ്പർ യൂസ് ചെയ്യാൻ. പിന്നെ ഡയപ്പർ റാഷ് ക്രീം ഇൻ കേസ് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബേബി ലോഷൻ അല്ലെങ്കിൽ ബേബി മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്യാം. ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവറി 3 to 4 hours ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഡയപ്പർ റാഷിന് കാരണം തന്നെ കുറേ നേരം ഈ യൂറിനും ഫീക്കൽ മാറ്ററും അവരുടെ സ്കിന്നുമായിട്ട് കോൺടാക്റ്റിൽ നിൽക്കുന്നതാണ്.